ഈ നമ്മളൊക്കെ പുറകിൽ നിന്ന് അടിച്ചാലടാ കറക്റ്റ് പാനിക്ക് കഷത്തിന്റെ സാധനത്തിന്റെ ഇടയ്ക്കൂടെ 2 വെടി ആദ്യം പോവും. അത് റീലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവൻ അവിടുന്ന് ഗണ്ണെടുത്ത് വെടിവെച്ചിടും. ഒരു സംശയവും ഇല്ല. അങ്ങനെയല്ല ഈ കളിക്കകത്ത് വെടിവെക്കാൻ പറ്റൂല. പിന്നെ വാലോറന്റിൽ പുറകിൽ നിന്ന് വെടിവെക്കാൻ പറ്റത്തില്ല. അതെല്ലാ ഗെയിമിലും അങ്ങനെയാണ്. വാലോറന്റിൽ പുറകിൽ നിന്ന് വെടിവെക്കാൻ പറ്റൂല. അയ്യോ നമുക്ക് ഡിസ്കോ ട്രോൾസ് കണ്ടോടാ ഗൈസ്. എന്റെ അമ്മോ സിംഗേര, ഞാൻ വേറൊരു കാര്യം പറയാം. സിംഗേര് വേറെ ലെവല് മനുഷ്യനാ. ഞങ്ങള് ഷോസിനൊക്കെ പോകുമ്പോ ഫെജോബ്രോയുടെ കൂടെ പുള്ളി വരാറുണ്ട്. നമ്മൾ കുറെ ദിവസം കൂടുണ്ട്. പുള്ളിയുടെ കൂടെ ഒരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് നോക്കണം. ഇങ്ങേര് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇതാ തൊണ്ടയിൽ വെച്ച് കിടക്കണ മനുഷ്യനാണ്. മറ്റേ മഹേഷ് മിമിക്സ് ഇല്ലേ, പുള്ളിയെ പോലെ തൊണ്ടയ്ക്കകത്ത് വെച്ച് കിടക്കണ സാധനമാ. നമ്മള് മറ്റേ സിനിമാ നടന്മാരോടൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഫീൽ കിട്ടും ഇങ്ങനോട് സംസാരിക്കുമ്പോ. എല്ലാവരുടെ സൗണ്ട് സംസാരിക്കും നമ്മളോട്. പ്രേമത്തിലെ നിവിൻപോളെ കണ്ടോണ്ടാ? ഇല്ല. കണ്ണാപ്പില്ലേ നോക്കാവോ? കണ്ണാപ്പിടലെയോ? ആ, ജർമ്മൻ കണ്ണാപ്പി. അതെടുത്തേ. നീ റെഡി ആയിരിക്കും. ചാലഞ്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് 45 ഡിന്നർ കളിക്കണം. ജോക്കർ ബ്രോ അല്ലേ നമ്മുടെ ജോക്കർ ബ്രോ. ജോക്കർ ബ്രോ 45 ഡിന്നർ കളിക്കണം. സംതിങ് എനിക്കെല്ലാം നീ എന്തിനാ കണ്ണാപ്പി കളിയാക്കണം? നിന്നേക്കാൾ സുന്ദരാണ് കണ്ണാപ്പി. ടിവിയിൽ ഗ്ലാമർ ഉള്ള ഒരു പയ്യൻ ഉണ്ടെങ്കിൽ അത് കണ്ണാപ്പി തന്നെയാ. കണ്ണാപ്പി കഴിഞ്ഞിട്ടേ ഉള്ള. നീ കൺവേർട്ട് ചെയ്യല്ലേ? ഞാൻ മീശയാണ് പറഞ്ഞത്. മീശ ഒന്നും അല്ല. നീ കളിയാക്കൊന്നും വേണ്ട. വലിയ സുന്ദരം വന്നേക്കുന്നു. നിനക്കൊരു പൂട പോലും പൊടിച്ചിട്ടില്ലല്ലോ, അതിന്റെ വിഷമല്ലേ എനിക്ക്? എടാ എന്റെ ലൈവിൽ വന്ന അനാവശ്യം പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. അളിയ എന്റെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ കാണുന്ന 10-15,000 പേരില്ല ഫാമിലി ആയിട്ട് കാണുന്ന ലൈവാ എന്റെ. എവിടെ അനാവശ്യമായിട്ടല്ലെങ്കിലും തെറിയൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? ഹോം തിയേറ്ററിൽ വരെ ലൈവ് കാണുന്നവരുണ്ട് എന്റെ. ഞാൻ നീ ഒരു മിഥുനും എല്ലാം വന്ന് എന്റെ ലൈവിൽ സമാധാനം. ഈ ആനവാല കിട്ടില്ലല്ലേ നിന്റെ മീശ തരും ഒന്ന് മറ്റേ കോർത്തിട്ടേ എനിക്കൊരു മോതിരം ഉണ്ടാക്കാൻ. ആർക്ക്? അച്ഛന് കൊടുക്കാനാ നിനക്ക്? അച്ഛന് കൊടുക്കാൻ. എടാ ഒരു ആവശ്യം പറയാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം. അല്ലാതെ ഒരാള് ചാവട, ഞാനിപ്പോ ചാവ റോഡിൽ കിടക്കുമ്പോഴാണ് നിന്നെ വിളിക്കുന്നെങ്കിലും അറിയാ. ഞാനവിടെ ഞാൻ കണ്ടിരുന്നെങ്കിൽ അപ്പൊ വിളിക്കൂലേ? അല്ല അളിയാ, അതെനിക്ക് ബാഡായ അളിയാ. ഞാൻ ഇപ്പൊ ചാവാൻ കിടക്കുമ്പോഴാണ് നീ തിരിച്ചു വിളിച്ചത്. എന്റെ ഏകദേശം ഒരു പറയാ മറ്റേ വെട്ടി അടക്കി കഴിയുന്ന സമയത്താണ് നീ തിരിച്ചു വിളിച്ചത്. അത്രയും ഡിലേ ഉണ്ടായിരുന്നു അളിയാ. കൂടുതൽ വരുമായിരുന്നു. ഇൻസ്പയർഡ് ഫ്രം എലിയെന്ന്. സത്യല്ലേ? ആ റേഞ്ചിലേക്ക്. എടാ ഡ്രീമറിന്റെ ഒക്കെ റേഞ്ച് ഇപ്പൊ അതാ. ഒരാളവിടെ ഭയങ്കരമായിട്ട് ചിരിച്ചു കാണിക്കുന്നു. ജസ്റ്റ് അല്ല ഭയങ്കര വിഷമോ, അതുകൊണ്ടാ. ഒന്ന് വന്നിട്ട് നോക്കും. എനക്കൊരു അവസരം താടാത്. കമ്മ്യൂണിസ്റ്റ് ആക്കിയല്ലേ ചെറുക്കനെ? പിന്നെ ക്ലാസ് എന്താ പാർട്ടിന്ന് കൊണ്ടുവരല്ലേ? ഇഷ്ടപ്പെട്ട കേട്ടാ. സീൻ തന്നെ അല്ലേ? വേണ്ടതൊന്നും ഇതൊന്നും അല്ല വേണ്ടേ. അവനിങ്ങനെ ലൈവിലൊക്കെ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. ഇതൊക്കെയാണ് ഇവന് വേണ്ടത്. ഇനി അങ്ങോട്ട് പോണം കേട്ടാ. ഇവിടെ നോക്കി എല്ലാരും ഇത് ഹായ് കൊടുത്ത്. ഇങ്ങോട്ട് നോക്ക്. അതിനെ ഞാൻ വലുതാക്കി വിളിക്കുന്നത്. ധർമ്മനെ വിളിക്കുന്നത് ഇവിടെ. ധർമ്മ നോക്ക്, ധർമ്മനെ വിളിക്കുന്നത്. എന്ത് വേട ഇതൊക്കെ എന്ത് വേട? ഇത് ഞാൻ അവന്റെ ഇതാണ് ഇത് പറയുവാണേ, അവന്റെ സൈഡിൽ നിന്ന്. പക്ഷേ നീല മഞ്ഞ കൊള്ളാല്ലേ. നീ കൂടുതൽ ഡബ് ചെയ്യല്ലേ ചെറുക്കനെ നീ ഡബ് ചെയ്യല്ലേ. നിന്റെ വായി നല്ലതൊന്നും വരൂല. ഇപ്പൊ അങ്ങനെ ഞാൻ ഒന്നും പറയാത്തരായിരുന്നു പ്രശ്നം. ഇപ്പൊ വല്ല ഉത്തുപോലെ വല്ല പറഞ്ഞു തന്നെയാണ് ഇപ്പത്തെ പ്രശ്നം. ഹെഡ്സെറ്റ് വെച്ചു കൊടുക്കണം. ഹെഡ്സെറ്റ് ഒന്നും വെച്ചു കൊടുത്ത ഭയങ്കര പ്രശ്നമാണ്. ഹെഡ്സെറ്റ് ഒന്നും വെച്ചു കൊടുക്കാനുള്ള പ്രായമായില്ല.
അപ്പൊ നമുക്ക് എടാ ഒന്ന് ഇറങ്ങി പോടാ, ഞാൻ ഇതൊന്ന് കണ്ടോട്ടളിയാ. കാണാം ശരി ശരി, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഇവയെ തിരക്കെന്ന് പറഞ്ഞേരെ. പറഞ്ഞേക്കാം. പ്രത്യേക ടാലന്റ് അല്ലേ? ചക്കരഭാവിൽ ജാതി കുത്താട്ട് കിളിപ്പൂമകളിൽ നീലിയും പൂങ്കനലാണ് ഇലക്കുപ്പിടിലായി പെയ്തു തരവാണ് അലിവോടെ വരും എന്ത് പെർഫെക്ഷൻ അല്ലേടാ, സമ്മതിച്ചു കൊടുക്കണോടാ. ദിസ് ക്യാരക്ടർ പനമരം പോലെ നിൽക്കുന്നല്ലോ, പെണ്ണുങ്ങളുടെ കൂടെ പോയി ഒളിക്കാൻ നാണമില്ലേ? ക്ഷമിക്കണം രാജകുമാരി, എന്റെ സഹോദരിയുടെ മൂലം ആളൊരു മന്ദമതിയാണ്. ഇങ്ങോട്ട് വാ, ഒരു പണി അറിയില്ല. എലിയെ കണ്ടാലേ പേടിച്ചോടുന്നവനെ ഇവനെ എന്തൊക്കെയോ പറയുന്നു. അയ്യോ എന്തായി പറയുന്നത്, അവനൊന്നും അറിഞ്ഞൂടാത്തൊരു പാവാ. താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. ആരാണ് നീ? ഈ കോപം അസ്തമിച്ചു കഴിഞ്ഞു. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. കണ്ടാൽ ഇന്നലെ കൂടെ പറഞ്ഞേ ഉള്ളൂ, പുള്ളി ഇനി ഏത് പടം ചെയ്താലും നമുക്ക് പുള്ളി ബാഹുബലിയാ. സത്യം. അയ്യോ അല്ലേ, ബോൺ ഫോർ ക്യാരക്ടർ എന്ന് പറയല്ലേ, അതാണ് സാധനം. അത് എന്റെ പൊന്നോ. സലാർ ബ്രോ ഇല്ല ബ്രോ, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പുള്ളിയുടെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഇത് തന്നെയാ. സലാർ ഒന്നുമല്ല, സലാർ കൊള്ളാം, പക്ഷെ എനിക്ക് ഇത് തന്നെ എന്റെ ഫേവറേറ്റ്, പുള്ളിയുടെ ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടർ ഇതാ, അമരവിള ചന്ദ്രബോസോ. ഈ PR കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ഗൈസ്. എന്തൊരു കഷ്ടം എന്ന് പറ. എന്ത് പറഞ്ഞാലും അതിപ്പോ ലാസ്റ്റ് ചന്ദ്രനിലെത്തും. അറ്റൻഷൻ സീക്കർ ഫുണ്ട അമരവള ചന്ദ്രബലി. അമ്പട കേമ സണ്ണി വെച്ച ലാൽ ആൻഡ് തിലക് ജി മാസ്മരിക സീൻ. ये तो कष्ट हो गया, എവിടെ വെച്ചാണെന്ന് ഭൂലി ഗയാ. എത്രയായിട്ടും അങ്ങോട്ട് नहीं मिल रहा है. तिरमेनी भूल गया, हम दोनों अमेरिका में. बाप रे, सन्नी. हाँ, अम्बट केमा, सन्नी बच्चा. സണ്ണി तुमने मुझे पतिचू तो है. ये क्या എന്തൊക്കെ സാധനമാണ് ഇതൊക്കെ. നന്നായിട്ട് പാടുന്നുണ്ടല്ലേ. കിടിലം ബ്രോ,
അടിപൊളി 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 നല്ല രസമുണ്ട് നല്ല രസമുണ്ട്. But be careful, because if you blink, you might miss it. Are you ready? 3, 2, 1. ബാക്കിൽ പോയി ഞാൻ കണ്ടു. ബാക്കിൽ പോയിരുന്നത് നീ കണ്ടായിരുന്നാ? അങ്ങനെ തന്നെ അതിന്റെ Did I സീക്രട്ട് tell you I did it? Yes, please. I will do this again. But this time, I will wear with this reflective jumpsuit. Then you can witness how I go from point A, the chair, to point B, right here. Are you ready? 3, 2, 1. ട്വിൻസ് ആണ് ഇതൊക്കെ രണ്ടായിരുന്നൂടെ ട്വിൻസ് ആണ് ഉറപ്പാ. ഒരു കഴിവില്ലാത്ത നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. അത് നമുക്ക് പറ്റുള്ളൂ. അതൊരു പോയിന്റാണ്. എടാ ഒരു ഇന്റർനാഷണൽ സ്റ്റേജിലല്ലടാ ചെന്ന് കാണിക്കണം. അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നാലും ടൈമിംഗ് മാറ്റേഴ്സ് ബ്രോ. എന്നാലും അത് എങ്ങനെയായിരിക്കും എന്റെ അമ്മോ. ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഭയങ്കര സൗണ്ട് കൂടുതല്. ഇതെന്താ ഇല്ല ഇല്ല എത്ര കോളാണ് അവരുടെ പുള്ളിക്ക്. അയ്യോ പുള്ളിയെ ചില ആൾക്കാർ വിളിച്ച് ഈ ഇതാക്കി ട്രിഗർ ചെയ്യിപ്പിച്ച് പറയിക്കണം കേട്ടാ. ഇത് സത്യം പറഞ്ഞ ഇത് മുകേഷിനെ ചേട്ടാ മുകേഷിനെ വിളിച്ചിട്ട് മിഥുന്റെ വരണ്ടി റിയാക്ട് ചെയ്യല്ലേ? നമ്മളതൊക്കെ ബോർഡായി അല്ല ഡിസ്കോഡിൽ വല്ലതും വന്നാലും റിയാക്ട് ചെയ്യലെന്ന് പറഞ്ഞേ. ചെറുതായിട്ട് ആ റേജ് വേജ് പയ്യനെ ഒന്നും ഇത് ചെയ്യരുത്. എടാ ഞാൻ ലാസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടേക്കാൻ പ്രാവശ്യം സെർച്ച് ചെയ്താൽ മതിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എടാ ഞാൻ കേട്ട് നോക്കാം. ഇനിയിപ്പം ഡിസ്കോഡ് ഒന്നും ഇതൊന്ന് നോക്കിയിട്ട് കേൾക്കാം. അല്ലെങ്കിൽ നീ ഇതിനകത്ത് കൊണ്ടിട്ടാ മതി. ഇപ്പൊ ഫുള്ള് ഇതാണല്ലേ. ഇത് ഈസി ആയിട്ട് ചെയ്യാല്ലേ. ഇത് പ്രോംപ്റ്റ് അല്ലേ? ഇത് പ്രോംപ്റ്റ്. ഇന്ന് ജി ലൈവിൽ അവര് ഇത് ചെയ്തിട്ടുണ്ട്. ഇതെന്താ അതൊക്കെ എന്താ ഞാൻ കണ്ടത് ഇപ്പോ? ആൽക്കഹോൾ കാൺ മേക്ക് യു ഹാപ്പി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഗൈസ്. ഇവിടെ ആൽക്കഹോളിന് പകരം ഫ്രണ്ട്സ് എന്ന് എഴുതിയിരുന്നെങ്കിൽ അടിപൊളി വീഡിയോ ആയിരുന്നു. ഇവിടെ ആൽക്കഹോളിന് പകരം ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ട് ഇതൊക്കെ കാണിക്കാൻ കണ്ട. എല്ലാത്തിലും അവന്റെ കൂട്ടുകാർ കൂടെ ഉണ്ട്. കണ്ടാ എല്ലാത്തിലും അവന്റെ കൂട്ടുകാർ കൂടെ ഉണ്ട്. ആരാ പറയുന്നത് ബ്രോ? ഞാൻ കുടിക്കും, പക്ഷെ ഞാൻ ഇത് പബ്ലിക്കിൽ വന്നിരുന്നു ഞാൻ ഇത് ചെയ്യത്തില്ല. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യം. ഈഗിൾ ഗെയിമിംഗ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ ഞാൻ അത് ചെയ്യത്തില്ല. തൊട്ട് മുകളിലെ കണ്ടില്ല. ഇത് ദിലീപ് ദിനേശൻ. ഇതൊക്കെ എന്റെ പേഴ്സണൽ സ്പേസാ. അത് ആരൊക്കെയോ ഫോട്ടോ എടുത്തിട്ടാണ്. മനസ്സിലായ?
കള്ളന്മാരല്ലേ ഇതൊക്കെ നമ്മുടെ ആഘോഷം നമ്മൾ ഒരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യാറില്ല, മനസ്സിലായ? സിംഗിൾ പ്രിന്റ് ഒറ്റ പീസ്. ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കോ ജോക്കി, ഈ സാധനം ഇന്നലെ ലൈവ് കാണിച്ചപ്പോ ഇത് വിറ്റുപോയി. ഒരാൾ മേടിച്ച് പൈസ എടുത്ത് മേടിച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു പയ്യനാ. ഉടനെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഒരു വിലയൊക്കെ പറഞ്ഞു ഇതൊക്കെ വിറ്റ്. പിന്നെ ഇത് തലപ്പാ നോക്കിയോ, അതാണ്ട 3D പ്രിന്ററാ. ഞാൻ കണ്ണാടി വരണ്ട കണ്ട എങ്ങനെയുണ്ട് ജോക്കി? എന്റെ കുറച്ച് ഫിലമെന്റ് കളേഴ്സ് എന്റെ കയ്യിൽ ഇല്ല ജോക്കി, ഞാൻ എല്ലാം ഓർഡർ ചെയ്തേക്കോ, വരുന്നതേ ഉള്ളൂ. ഇതൊരു 12 മണിക്കൂറത്തെ പ്രിന്റാ ഏകദേശം. ഒരു 12 അതാരെന്നറിയോ ജോക്കി? എന്താ, നിങ്ങൾ ഇൻട്രോവേർട്ടിന്റെ ജസ്റ്റ് പ്രോപ്പർ ഒരു സാധനം ഉണ്ടോ ഗൈസ്? ഞാനും വൈഫും കുഞ്ഞും നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയോടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഏകദേശം ഞാൻ 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, 5:45 ആയപ്പോൾ വീട്ടിൽ വന്ന്. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് 8 മണിക്കാണ്. 8 മണി വരെ എന്നെ ഒരു കോള് പോലും വിളിക്കാതെ വീടിന്റെ മുമ്പിൽ അങ്ങനെ നിന്നു. എന്നിട്ട് ഞാൻ വന്ന് വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറിയിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നു. വീട്ടിൽ കയറി വന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചത്, നീ എന്തിനാ വന്നത്? താഴത്തിന് ഇരിക്കുക, അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു, നീ അല്ലെ ചേട്ടൻ ഫ്രീ ആവട്ടെന്ന്. അങ്ങനത്തെ ഒരു സാധനമാണ് ഇവൻ. എന്നിട്ട് ജോക്കി ലൈവ് വരുന്നു കഴിയുന്നവരെ ഈ കട്ടിലയിൽ ചുമ്മാ ഇരുന്ന് സൈഡില്. എന്നിട്ട് രാത്രിയായപ്പോ വീണ്ടും പോയി. നമ്മുടെ മോഡറേറ്ററാ പയ്യൻ. അപ്പൊ ലൈവ് കഴിഞ്ഞിട്ട്, ചേട്ടാ എനിക്ക് ധൃതി ഉണ്ട്, ഞാൻ കുറെ നേരം കൊണ്ട് പറയാൻ നോക്കുമായിരുന്നു, പറയാൻ ഞാൻ പോവാന്ന്. ഇൻട്രോവേർട്ടിന്റെ ഡെഫിനിഷൻ ആണോ മനസ്സിലായ? 12 മണിക്കൂർ എടുത്ത് പ്രിന്റ് കൂടുതൽ ഇനി മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങണം. ഓ ഇത് നീ കട്ട് ചെയ്തില്ല ഇന്നലെ എല്ലാം നമ്മുടെ പിള്ളേരല്ലേ അവിടെ എത്തുന്ന പോവാണ്. വന്ന് വെറുതെ ആയില്ല. അമൽ ജ്യോതിയിലെ പിള്ളേരാ. കാണാം നമുക്ക് ഇതിലൊക്കെ പരിപാടിക്ക്. ഇതെന്താ Oh my God. മുനീറേ കണ്ണ് ചിമ്മേ. ആദ്യമായൻ ആർദ്രഹൃദയം ആരെയോ തിരയും കർണികാരൻ. ബാക്കിയില്ലേ? എത്ര ഉള്ളോ? ദൈവമേ വീഡിയോ സ്കിപ്പായി പോണേ. PC ഓഫായി പോണേ. കറണ്ട് പോണേ, എന്റെ കറണ്ട് പോണേ, നെറ്റ് പോണേ. You are playing with the boys after school. The map we are choosing. The one who used in this game. Who find himself these guns whenever he is. Always get himself killed using. സത്യം, ഇത് എപ്പ വെടി വെച്ചാലും വാങ്ങിയത് പൊട്ടത്. സത്യമല്ലേ? ഇവ ഇത് എന്തിനു ഓപ്പി സാധനം. സത്യം പറയല, സത്യം പറഞ്ഞ എന്തായിരുന്നു പറയാൻ വന്നേ? അല്ലല്ല, ഇത് വൈകുന്നേരം ഉണ്ടല്ലോടാ, നാട്ടിലെ പിള്ളേരുടെ ഒക്കെ കൂടെ പോയി ഈ ഇരുന്ന് കളിക്കുന്ന ഒരു മൂഡ് സത്യം വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. പബ്ജിക്ക് പോലും അത്രയൊരു ഇത് കിട്ടിയിട്ടില്ല. ഓൺലൈനിൽ നേരെ ഒരിടത്ത് ഇരുന്ന് കലിങ്ങിന്റെ അവിടെ വായനശാലയിലൊക്കെ ഇരുന്ന് കളിച്ചതിന്റെ അത്രയും ഇതും. പിന്നെ എനിക്ക് അത് തോന്നിയിട്ടുള്ളത് ക്ലാഷ് ഓഫ് ക്ലാൻസാ. ഇതും ക്ലാഷ് ഓഫ് ക്ലാൻസ്, ഇത് രണ്ടും
ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ഗെയിമാണ്, പറയാതിരിക്കാൻ വയ്യ. വാസണ്ണ ഇതൊന്ന് ഫുൾ നോക്കോ, അണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രൻ എന്നൊരു വീഡിയോ റിയാക്ട് ചെയ്ത് ഈഗളിനെ റിയാക്ട് ചെയ്ത് അത് ഫുള്ളായിട്ടുള്ള പോർഷൻ എൻ്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ചന്ദ്രൻ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞതെന്നൊന്ന്